2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്നത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ തള്ളിവിട്ടത് 35 സീറ്റ് നേടി ബി.ജെ.പി ഇവിടുത്തെ ഭരണത്തിൽ വരുമെന്നായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും ആര് ഭരിക്കണം എന്നുള്ളതായിരുന്നു. അന്ന് പാലക്കാട് മത്സരത്തിറങ്ങിയ മെട്രോമാൻ ഇ ശ്രീധരൻ ബി.ജെ.പി നേതാക്കളെല്ലാം ഊതി ഉറപ്പിച്ച ആത്മവിശ്വാസം കേട്ട് താനിതാ മുഖ്യമന്ത്രിയാകാൻ പോകുന്നെന്ന മട്ടിൽ പാലക്കാട് നഗരത്തിൽ മന്ത്രി ഓഫീസ് വരെ മുൻകൂട്ടി തുറന്ന് ഒരു രാജാവിനെ പോലെ വോട്ടർമാരുടെ മുന്നിലൂടെ നടന്നു പോകുന്ന സാഹചര്യം നാം എല്ലാം കണ്ടതാണ്. അന്ന് സുരേന്ദ്രന്റെ പ്രഖ്യാപനം വിശ്വസിച്ച് ബി.ജെ.പി പ്രവർത്തകർ കേരളം പിടിക്കാൻ പോവുകയാണെന്ന് ആലമുറയിട്ട് നടന്നെങ്കിലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാം കണ്ടതാണ്. ബി.ജെ.പിക്ക് കിട്ടിയത് വെറും വട്ടപൂജ്യമായിരുന്നു. 2016 ലഭിച്ചതിനേക്കാൾ വോട്ടിംഗ് ശതമാനം അന്ന് കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഏതാണ്ട് 90ഓളം സീറ്റുകളിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തിരുന്നു. ആ നാണക്കേട് തീർക്കാനാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും ജയിപ്പിച്ചത്. അന്ന് 20% വോട്ട് ഷെയർ നേടി ബി.ജെ.പി സമ്പൂർണ്ണമായ സുവർണ കാലഘട്ടത്തിലേക്കാണെന്ന് അണികൾ അഹങ്കരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. എന്നാൽ ആ മേന്മ അധികം നാൾ നിലനിർത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ വ്യക്തമാക്കുന്നതും. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി.ജെ.പിയുടെ വോട്ട് ഷെയർ 15% കുത്തനെ താഴോട്ട് പോയി തുടങ്ങുകയും ചെയ്തിരുന്നു. രാജു ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് ടെക്നോക്രാറ്റ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വന്നപ്പോൾ കാര്യങ്ങൾ മാറുമെന്ന് കരുതിയവർക്ക് വലിയ തെറ്റാണ് പറ്റിയിരിക്കുന്നത്. 10 സീറ്റ് നേടുമെന്നും തൂക്കുസഭ വരുമെന്നും ബി.ജെ.പി തീരുമാനിക്കുന്നവർ ഭരിക്കുമെന്നും അഹന്തയോടെ പറഞ്ഞവർ അല്ലെങ്കിൽ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്നവർ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് കോർ കമ്മിറ്റി കൂടുമ്പോൾ ഒരു സീറ്റിലും ജയിക്കില്ലെന്ന ഭീതിയിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വട്ടിയൂർക്കാവിൽ മുൻ IPS ഉദ്യോഗസ്ഥ ആർ ശ്രീലേക്ക് ഇറക്കി വലിയ പരീക്ഷണം നടത്തിയിട്ടും ജനങ്ങൾക്കിടയിൽ അവർക്ക് സ്വീകാര്യത ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. വട്ടിയൂർക്കാവിൽ ബി.ജെ.പി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു എന്ന ഭീതിയിലാണ് നേതൃത്വമുള്ളത്. വി.കെ. പ്രശാന്തിനെ പോലുള്ളവർ വൻ ഭൂരിപക്ഷം അവകാശപ്പെടുമ്പോൾ ബി.ജെ.പിയുടെ വോട്ടുകൾ എങ്ങോട്ടാണ് പോയതെന്നുള്ള വലിയ ചർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മകൾ തന്നെയാണ് ഈ തകർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ബി.ജെ.പി ഇത്രയും വലിയ സന്നാഹങ്ങളുമായി ഇറങ്ങിയിട്ടും വോട്ടർമാർ അവരെ തിരസ്കരിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സന്ദേശമാണ് നൽകുന്നത്. പടക്കൊഴുപ്പ് കാണിച്ചും വർഗീയത വിളമ്പിയും കേരളം പിടിക്കാമെന്ന വ്യാമോഹം ഇവിടെ ചിലവാകില്ല എന്ന് വോട്ടർമാർ തെളിയിച്ചിരിക്കുക കൂടിയാണ്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ബി.ജെ.പി നടത്തിയ സ്ഥാനാർത്ഥികളെ തന്നെ വലിയ ദുരന്തവുമായിരുന്നു. തൃപ്പൂണിത്തറയിൽ പോലുള്ള മണ്ഡലങ്ങൾ 2020 വിട്ടുകൊടുത്തതും അവിടെ അഖിൽമാരാരെ പോലുള്ള രാഷ്ട്രീയ അടിത്തറയില്ലാത്തവരെ മത്സരിപ്പിച്ചതും പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ നിലപാടില്ലാത്തവരെ പോലും സ്ഥാനാർത്ഥികളാക്കിയതും ക്രൈസ്തവ മേഖലയിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പേരിൽ നടത്തിയ കബളിപ്പിക്കലുകളെല്ലാം തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. പി.സി. ജോർജിനെ പോലുള്ള തീവ്ര മുസ്ലിം വിരുദ്ധ പ്രഭാഷകരെ കയറൂര് വിട്ടപ്പോൾ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ ഏകീകരണം ഉണ്ടാവുകയും അത് തടയാൻ UDFന് വോട്ട് ചെയ്യുക അല്ലാതെ മാർഗമില്ലെന്ന് തോന്നൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങൾ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധവും ഉണ്ടാക്കി. മണിപ്പൂർ വിഷയത്തിലെ കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗത ന്യൂനപക്ഷങ്ങളെ ബി.ജെ.പി നിന്ന് പൂർണ്ണമായും അകറ്റുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ കുറച്ചെങ്കിലും വിജയിച്ച പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും ഇത്തവണ ക്രിസ്ത്യാനികൾ ബി.ജെ.പി കൈവിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. FCRA ഭേദഗതിയും അതുപോലെ ബജ്രംഗിന്റെ ആക്രമണങ്ങളും ക്രൈസ്തവ സമൂഹത്തിന് ബി.ജെ.പി വിശ്വസിക്കാൻ കഴിയില്ലെന്ന ബോധ്യം കൂടി നൽകിയിരിക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ പിന്നീട് മലക്കം പറഞ്ഞതും സഭ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. സഭാ നേതാക്കളും ദീപിക പത്രത്തെയും പി.സി. ജോർജിനെ കൊണ്ട് രാജ്യവിരുദ്ധനെന്ന് വിളിപ്പിച്ച ബി.ജെ.പി ആ തന്ത്രം വോട്ടായി കിട്ടില്ലെന്ന് ഉറപ്പാക്കിയപ്പോൾ കാട്ടിയ നിരാശകൾ കൂടിയായിരുന്നു. അമിത്ഷായോട് എന്ത് മറുപടി പറയുമെന്ന ഷോൺ ജോർജിന്റെ ചോദ്യത്തിന് ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ നടന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന മറുപടിയാണ് വോട്ടർമാർ നൽകുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ബി.ജെ.പി നേതൃത്വത്തിന്റെ മുഖം വിവരണമായിരിക്കുക കൂടിയാണ്. വമ്പൻ വിജയങ്ങൾ സ്വപ്നം കണ്ട പല മണ്ഡലങ്ങളിലും വോട്ടുകൾ ചോർന്നത് A ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചതുകൊണ്ട് മാത്രമാണ്. സാധാരണ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിച്ചപ്പോൾ ബി.ജെ.പി വോട്ടുകൾ വ്യാപകമായി UDFിലേക്ക് മറിയുകയും ചെയ്തിട്ടുണ്ട്. പിണറായി വിജയനോടുള്ള ദേഷ്യം തീർക്കാൻ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് കണ്ട ഹൈന്ദവ വിശ്വാസികൾ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായതായും പറയപ്പെടുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടിന് നോട്ടും രമേശ് പിഷാരടിയെ പോലുള്ള കലാകാരന്മാരെ തടഞ്ഞതും ബി.ജെ.പിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുമുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടും സുരേഷ് ഗോപിക്ക് കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന പരാതിയും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയും വയനാട് ദുരന്തത്തിൽ പോലും സഹായം നൽകാതിരിക്കുകയും ചെയ്ത കേന്ദ്രത്തിന്റെ നടപടി ബി.ജെ.പി അനുകൂലികളെ പോലും ചിന്തിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തിയിട്ടും കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികളും പ്രഖ്യാപിക്കാത്തത് രാഷ്ട്രീയ ലാഭം മാത്രം നോക്കുന്ന സമീപനമായി ജനങ്ങൾ കാണുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രനെ പോലുള്ള പ്രമുഖ നേതാക്കളുടെ വിവാദ വീഡിയോകളും പെരുമാറ്റ രീതികളും പാർട്ടിക്ക് വരെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുമുണ്ട്. ബി.ജെ.പി വോട്ടർമാരിലുണ്ടായ ഈ അകൽച്ചയ്ക്ക് കാരണം അവർ പിന്തുടരുന്ന ഫാസിസ്റ്റ് നയങ്ങൾ തന്നെയാണ്. ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനേക്കാൾ ഗ്രൂപ്പ് ഉയരം തീർക്കാനാണ് നേതാക്കളെല്ലാം ശ്രമിക്കുകയും ചെയ്തത്. ഇത് താഴെത്തട്ടിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ വോട്ടിംഗ് ശതമാനത്തിൽ വന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് ബി.ജെ.പിയുടെ ഉറച്ച വോട്ടുകൾ പോലും പോൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
അമിതമായ വർഗീയ പ്രചരണം നടത്തിയാൽ വോട്ട് കിട്ടുമെന്ന മോഹം കേരളത്തിൽ നടപ്പാകില്ലെന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. BJP ഇത്രയും വലിയ സന്നാഹങ്ങളുമായി ഇറങ്ങിയിട്ടും വോട്ടർമാരെ അവർ തന്നെ തിരസ്കരിക്കാൻ തീരുമാനിച്ചാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. കേരളത്തിന്റെ മതേതര സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന ഭയം സാധാരണ ജനങ്ങളിൽ ശക്തമായിട്ടുമുണ്ട്. യുവാക്കൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പോലുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മെയ് 4 വോട്ടെണ്ണുമ്പോൾ കേരളം BJP തൂക്കിയെറിയുന്ന കാഴ്ചയാകും കാണാൻ കഴിയുക. ഒരു സീറ്റ് പോലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് BJPയുടെ കോർ കമ്മിറ്റി എത്തിച്ചേർന്നത് അവരുടെ രാഷ്ട്രീയ പരാജയത്തിന്റെ പരിപൂർണ പരാജയം കൂടി, അല്ലെങ്കിൽ പൂർണ്ണമായ പരാജയം കൂടിയാണ്. ജനങ്ങൾക്കിടയിൽ വിശ്വാസം വീണ്ടെടുക്കാൻ നിലവിലെ ശൈലി മാറ്റണമെന്ന് അണികൾ തന്നെ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. നേതൃത്വത്തിന്റെ അഹന്തയും താഴെത്തട്ടിലെ പ്രവർത്തകരെ അവഗണിക്കുന്ന രീതിയുമാണ് ഈ വലിയ തകർച്ചയ്ക്ക് പോലും കാരണം. വലിയ സാമ്പത്തിക കരുത്തുണ്ടായിട്ടും ജനഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയില്ലെന്ന BJP തിരിച്ചറിയുകയും വേണം. കേരളം ആവശ്യപ്പെടുന്നത് വികസനവും മതേതരത്വമാണ്, അല്ലാതെ വിഭജന രാഷ്ട്രീയമല്ല. പണവും അധികാരവും കൊണ്ട് കേരളത്തെ കീഴടക്കാമെന്ന മോഹം വോട്ടർമാർക്കിടയിൽ തകർത്തെറിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് BJPയുടെ കേരളത്തിലെ അന്ത്യത്തിന്റെ തുടക്കമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ തോൽവി BJP നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്യും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ ഫലം BJPയുടെ ഭാവിയെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. വടക്കൻ കേരളത്തിൽ വൻ മുന്നേറ്റം നടത്താമെന്ന പ്രതീക്ഷയിൽ മഞ്ചേശ്വരത്തും കാസർഗോഡും വൻ പണമൊഴുക്കാണ് പാർട്ടി നടത്തിയത്. എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ വരവും ഭീഷണി സ്വരത്തിലുള്ള പ്രസംഗങ്ങളും മലബാറിലെ വോട്ടർമാരെ പാർട്ടിക്കെതിരെ ഒന്നിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണം പിടിക്കാൻ വന്നവർ അക്കൗണ്ട് പോലും തുറക്കാനാവാതെ മടങ്ങേണ്ടി വരുമെന്ന തിരിച്ചറിവ് BJP കേന്ദ്രങ്ങളിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേതൃത്വത്തിന്റെ കഴിവുകേടും ആസൂത്രണമില്ലായ്മയും ഓരോ മണ്ഡലത്തിലെയും പരാജയത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. BJP അണികൾക്കിടയിൽ തന്നെ നേതൃത്വ മാറ്റത്തിനായുള്ള മുറവിളി ശക്തമായി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നേതൃമാറ്റം ഉടനെ ഉണ്ടാകണമെന്നാണ് അവരെല്ലാം ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇനി ഒരു തിരിച്ചുവരവ് BJPക്ക് എളുപ്പമാവില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉറപ്പിക്കാൻ പോകുന്നത്. ഭരണഘടനയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന നയങ്ങളുമായി വന്ന BJPയെ കേരളത്തിലെ ജനങ്ങൾ പാഠം പഠിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായി 2026 ചരിത്രത്തിൽ രേഖപ്പെടുത്തും. വോട്ടെണ്ണൽ ദിവസം വരാനിരിക്കുന്നത് BJPയുടെ സമ്പൂർണ്ണ തകർച്ചയുടെ ചിത്രമായിരിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ ദിവസത്തിനായി ലോകം മുഴുവനുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്. പരാജയ ഭീതിയിൽ നിൽക്കുന്ന BJP ഇനി എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞാലും കേരളത്തിലെ മണ്ണിൽ അത് ഫലിക്കില്ലെന്നത് യാഥാർത്ഥ്യം കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയേക്കാൾ ആഴത്തിലുള്ള മുറിവാണ് ഇത്തവണ BJPക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നതും. 2024 മിന്നുന്ന പ്രകടനത്തിന് ശേഷം BJP ഗ്രാഫ് കുത്തനെ താഴോട്ടാണ് പോകുന്നത്. ഇതിന് കാരണം മോദി തരംഗമെന്നത് കേരളത്തിലൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നു എന്ന തിരിച്ചറിവ് കൂടിയാണ്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ വർഗീയ കാർഡുകൾ മാത്രം ഇറക്കി വോട്ട് പിടിക്കാൻ നോക്കിയതാണ് പാർട്ടിയെ ഈ ഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേതാക്കളുടെ വാക്പോരും ഗ്രൂപ്പ് പോരും ചാനൽ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ ഗ്രൗണ്ടിൽ പാർട്ടി പ്രവർത്തകർ നിരാശരായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി കേന്ദ്രത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കോടികൾ എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ചും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു വരിക കൂടിയാണ്. ഓരോ വോട്ടും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയ BJPയുടെ കോർപ്പറേറ്റ് തന്ത്രങ്ങൾ മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മെയ് 4 ഫലം വരുമ്പോൾ BJP നേതാക്കൾക്ക് മാധ്യമങ്ങളെ കാണാൻ പോലും മുഖമില്ലാത്ത അവസ്ഥയുണ്ടാകും. പരാജയ ഭീതി മൂലം പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ തന്നെ മണ്ഡലം വിട്ട് പോയിട്ടുമുണ്ട്. പരാജയത്തിന്റെ ആഘാതം തടയാൻ ഇപ്പോൾ തന്നെ ന്യായീകരണമായ നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അണികളൊന്നും മുഖവിലേക്ക് എടുക്കുന്നേയില്ല. കേരളത്തിലെ മതേതര ബോധത്തെ വെല്ലുവിളിക്കാൻ നോക്കിയ BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ പാഠം കൂടിയായിരിക്കും. വരും ദിവസങ്ങളിൽ BJP സംസ്ഥാന ഘടകത്തിൽ വൻ പൊട്ടിത്തെറികൾ പ്രതീക്ഷിക്കുകയും വേണം. ഓരോ ജില്ലാ കമ്മിറ്റികളും നേതൃത്വത്തിനെതിരെ പടയൊരുക്കം ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി കോർപ്പറേറ്റ് ശൈലിയിൽ പാർട്ടി നടത്താൻ നോക്കിയതിന്റെ ഫലം കൂടിയാണ് ഉണ്ടാകാൻ പോകുന്ന ഈ പതനം. കെ സുരേന്ദ്രന്റെ കാലത്തേക്കാൾ വലിയ ദുരന്തമായി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വം മാറിയെന്ന് പാർട്ടിയിലെ ഒരു ഭാഗം ആരോപിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. കേരളം എന്നും മതേതരത്വത്തിന്റെ കാവൽക്കാരായിരിക്കുമെന്നും ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് ലോകത്തെ കാണിച്ചു കൊടുക്കുന്നത്. BJPയുടെ 10 സീറ്റ് എന്ന സ്വപ്നം വരും കാലങ്ങളിൽ ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കുകയും ചെയ്യും. തിരുവനന്തപുരത്തെ ഓരോ മേഖലയും, അതുപോലെ തന്നെ പാലക്കാട്ടെ തെരുവുകളും മഞ്ചേശ്വരത്തെ അതിർത്തികളും BJPയുടെ വോട്ടുകൾ ചോർന്നത് വലിയ തരത്തിൽ ഇത് വെറുതെയാണെന്ന് പോലും ആരും കരുതരുത്. അത് കൃത്യമായ രാഷ്ട്രീയ പ്രതിഷേധമാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയുള്ള കേരളത്തിന്റെ താക്കീത് കൂടിയാണ്. സംഘപരിവാർ അജണ്ടകൾ കേരളത്തിന്റെ മണ്ണിൽ വേരോട്ടം ഉണ്ടാകില്ലെന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴിതാ കഴിഞ്ഞിരിക്കുന്നത്. ഓരോ BJP പ്രവർത്തകനും ഇപ്പോൾ നേതൃത്വത്തോട് ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വഞ്ചിച്ചത്? കോടിക്കണക്കിന് രൂപ ഒഴുക്കിയിട്ടും എന്തിനാണ് നമ്മൾ തോൽക്കു പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റുപോകുന്നത്? ഇതിന് മറുപടി നൽകാൻ രാജീവ് ചന്ദ്രശേഖരനോ V മുരളീധരനോ സാധിക്കുകയുമില്ല. കാരണം അവർക്ക് വേണ്ടത് വെറും പദവികൾ മാത്രമാണ്. താഴെത്തട്ടിലെ സാധാരണക്കാരന്റെ വികാരം അവർക്ക് യാതൊരു പ്രശ്നമേ അല്ല. കേരളത്തിൽ BJP വളരണമെങ്കിൽ ആദ്യം അവർ മലയാളിയെ പഠിക്കണം. മലയാളിയുടെ രാഷ്ട്രീയ സംസ്കാരത്തെയും മതേതരത്വത്തെയും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മതേതരത്വവും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരവും മനസ്സിലാക്കാതെ എത്ര കോടികൾ ഒഴിക്കാലും എത്ര മോദിമാർ വന്നാലും കേരളം എന്നും അവർക്ക് ബാലികേറമല തന്നെയായിരിക്കും.
അവിടെ ഒരിക്കലും പെട്ടെന്ന് കയറി വരാൻ കഴിയുകയുമില്ല. കേരളം മെയ് 4 വരെ വരാനിരിക്കുന്നത് ആ ദിവസം ബി ജെ പിയുടെ കേരളത്തിന് അവസാന ആണിയടിക്കപ്പെടുന്ന ദിവസം കൂടിയായിരിക്കും.